പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുമായി ഏറ്റുമുട്ടി സുരക്ഷാസേന. 4 ഇടങ്ങളിൽ വെച്ച് സൈന്യം ഭീകരരുടെ തൊട്ടടുത്ത് എത്തി എന്നാണ് റിപ്പോർട്ട്. തുടർച്ചയായി 4-ാം ദിവസവും നിയന്ത്രണരേഖയ്ക്ക് സമീപം പാക് പ്രകോപനമുണ്ടായി. ഭീകരാക്രമണത്തിൽ ഇന്ത്യ കടുത്ത നടപടിക്കെന്ന റിപ്പോർട്ടിനിടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. നാവികസേനയ്ക്ക് കരുത്തേകാൻ റഫാൽ യുദ്ധവിമാന കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പുവയ്ക്കും. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ ആയുധങ്ങൾ കൈമാറാനാണ് ചൈനയുടെ നീക്കം. ജമ്മുകശ്മീരിൽ പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുകയാണ്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സഭ ആദരാഞ്ജലി അർപ്പിച്ചു. This House expresses its profound shock and anguish at the barbaric and inhuman attack perpetrated on innocent civilians at Pahalgam on 22nd April 2025 and resolves that this House unequivocally condemns the heinous, cowardly act that resulted in the loss of innocent lives. Such acts of terror are a direct assault on the ethos of Kashmir. മെഡിക്കൽ വിസയിൽ തുടരുന്ന പാക് പൗരന്മാർക്ക് ഇന്ത്യ വിടാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പാകിസ്ഥാനിൽ നിന്നുള്ള 16 യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിരോധിച്ചു. അങ്ങനെ ഒട്ടേറെ സംഭവവികാസങ്ങളുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന്. വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികളുണ്ട്. ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി, ഹാഷ്മി താജ് ഇബ്രാഹിം, ഒപ്പം തന്നെ വിനീത വി ജി, ശ്രീനാഥ് ചന്ദ്രൻ എന്നിവർ ഡൽഹിയിൽ നിന്നും. ആദ്യം ഞാൻ പോകുന്നത് ബൽറാം നെടുങ്ങാടിയിലേക്കാണ്. ബൽറാം, പാകിസ്ഥാന്റെ പ്രകോപനം അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടരുന്നത് നമ്മൾ കണ്ടു. ഇന്നും അതേ തരത്തിൽ തുടരുകയാണ്. ഒപ്പം തന്നെ ഭീകരരെ വളഞ്ഞിട്ടുണ്ട് നമ്മുടെ സൈന്യം എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അവർ ഭക്ഷണമില്ലാത്തതിനാൽ ഭക്ഷണം മോഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, വെടിവയ്പ് നടക്കുന്നുണ്ട് അവിടെ എന്നൊക്കെ. അങ്ങനെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ന് പുലർച്ചെയടക്കം തുടർച്ചയായി 4-ാം ദിവസമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനം ഉണ്ടാകുന്നത്. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് പോസ്റ്റുകളിൽ നിന്നും വെടിയുതിർക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പൂഞ്ചിലാണ് ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സൈനികർ വെടി ഉതിർത്തിരിക്കുന്നത്. ഇതിന് തക്കതായ തന്നെ തിരിച്ചടി ഇന്ത്യൻ സൈന്യം നൽകി എന്നാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സ്മോൾ ആംസുകൾ ഉപയോഗിച്ചാണ് ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ സജീവമായി തന്നെ തുടരുകയാണ്. ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട അതിന്റെ ഇപ്പോൾ ഭീകരർ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ദിശ, ഇന്ന് നിലവിലുള്ള സ്ഥലമടക്കമുള്ള പൂർണ്ണ വിവരങ്ങൾ നമുക്ക് നൽകാനാകില്ല. അതിന് മാർഗനിർദ്ദേശങ്ങളുണ്ട്. കഴിഞ്ഞ 5 ദിവസങ്ങളിൽ നടന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഈ സുരക്ഷാ സേനയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് 5 ദിവസത്തിനിടെ 4 തവണ ഈ ഭീകരരും സൈന്യവും നോക്കിയാൽ കാണുന്ന ദൂരത്ത് എത്തി എന്നുള്ളതാണ്. ആദ്യ തവണ ഈ ഭീകരരെ സൈന്യം കണ്ടത് ഹപത് നഗർ എന്ന ഗ്രാമത്തിന് സമീപമുള്ള വനമേഖലയിൽ വെച്ചാണ്. അവിടെ നിന്നും ഉടൻ തന്നെ ഉൾക്കാട്ടിലേക്ക് ഭീകരർ ഒളിക്കുകയായിരുന്നു. തുടർന്ന് പിന്നീട് കുൽഗാമിൽ വെച്ചാണ് 2-ാം തവണ കാണുന്നതും അവിടെ വെച്ച് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നതും. ഈ ഏറ്റുമുട്ടൽ അല്പസമയം മാത്രമാണ് നീണ്ടുനിന്നത്. പിന്നാലെ ഭീകരർ ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞു. ഈ മേഖലയിലെ വനപ്രദേശത്തിന്റെ പ്രത്യേകത തന്നെയാണ് ഇവരെ കണ്ടെത്താൻ അല്ലെങ്കിൽ ഒരു ഏറ്റുമുട്ടലിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇടതൂർന്നു നിൽക്കുന്ന പൈൻമര കാടുകളാണ്. അതുകൊണ്ട് തന്നെ ഏറ്റുമുട്ടൽ പലപ്പോഴും പ്രായോഗികമല്ല. തെരച്ചിലും ആകാശമാർഗമുള്ള തെരച്ചിലും പ്രായോഗികമല്ലാത്തതിനാൽ തന്നെ സൈന്യത്തെ വിന്യസിച്ച് പൂർണ്ണമായും കാടടച്ച് തിരയുക എന്നുള്ള ഒരു സമീപനം തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭീകരർ മുന്നോട്ട് നീങ്ങുക തന്നെയാണ് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. ഇവർക്കായുള്ള സൈന്യത്തിന്റെ തെരച്ചിൽ തുടരുന്നു. തൊട്ടടുത്ത് തന്നെ സൈന്യം ഇവർക്ക് പിന്നാലെയുണ്ട്. എന്നാൽ ഈ ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത്, ഈ ഭീകരർ വലിയ മുന്നൊരുക്കത്തോടെയാണ് ആക്രമണത്തിന് തയ്യാറായത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏതാണ്ട് 22 കിലോമീറ്റർ വനമേഖലയിലൂടെ സഞ്ചരിച്ചാണ് ഈ ബൈസരൻ വാലിയിൽ എത്തിച്ചേർന്ന് 2 വശത്തു നിന്നും ഒരേ സമയം ആക്രമണം നടത്തിയ പദ്ധതി നടപ്പാക്കിയത്. എന്നാൽ ഭീകരർ ഇതിനുശേഷം അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അവർക്ക് സൈന്യത്തെ നേരിടേണ്ടി വരുന്നു. സുരക്ഷിത സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്നത് അവരുടെ ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു എന്ന സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഒരു വനമേഖലയോട് ചേർന്ന ഗ്രാമത്തിലെ ഒരു വീട്ടിൽ നിന്നും രാത്രി ഇവർ ഭക്ഷണം മോഷ്ടിച്ചതായി പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് സുരക്ഷാ സേന ഇവിടെ ഉടൻ തന്നെ എത്തി തെരച്ചിൽ നടത്തിയപ്പോഴേക്കും എന്നാൽ ഭീകരർ ആ മേഖലയിൽ നിന്നും കടന്നു കളഞ്ഞിരുന്നു.
തുടർന്ന് ഈ മേഖലയോട് ചേർന്നുള്ള വനപ്രദേശത്ത് തന്നെ തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഭീകരർക്ക് രക്ഷപ്പെടാനാകില്ല എന്നും അവരെ എത്രയും വേഗം തന്നെ പിടികൂടുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്തുകയോ ചെയ്യാൻ കഴിയും, പിടിയിലാകും എന്ന ഒരു ആത്മവിശ്വാസം തന്നെയാണ് സുരക്ഷാ സേന പ്രകടിപ്പിക്കുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഇവരെ പിന്തുടരുന്നുണ്ട്. ഇവരുടെ എത്ര പേർ, കൂടാതെ ഇവരുടെ കൈവശമുള്ള ആയുധങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ സ്പോട്ടിൽ നിന്നും ലഭിച്ച ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെക്കുറിച്ചുള്ള ഏതാണ്ട് പൂർണ്ണമായ ചിത്രം സുരക്ഷാ സേനയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അനുജ, ശരി, അത്തരത്തിലേക്ക് ഉടൻ തന്നെ ഭീകരരെ പിടികൂടും എന്നൊരു പ്രത്യാശ അത് ഈ ഘട്ടത്തിലുണ്ട് എന്നതാണ്.